AD 52 മലയാള മണ്ണിൽ സുവിശേഷം പകർന്ന ധീരരക്തസാക്ഷി മാർത്തോമാ ശ്ലീഹ. ഭാരതത്തിൻ്റെ അപ്പസ്തോലനായ ഈ ശ്ലീഹായുടെ പാദങ്ങൾ പതിഞ്ഞ മലയാറ്റൂർ മല, തീർത്ഥാടകരുടെ പരിഹാര യാത്രകൾ ചെന്നെത്തുന്ന വിശുദ്ധ സ്ഥലം, മാർത്തോമാ ശ്ലീഹായുടെ കാലടികളെ പിന്തുടരുന്ന സീറോ മലബാർ സഭയുടെ തീർത്ഥാടന കേന്ദ്രമായി മാറിയ ഈ മണ്ണിൽ സുവിശേഷത്തിൻ്റെ അഗ്നി പടർത്തുന്ന മറ്റൊരിടം. മലയുടെ അടിവാരത്ത് സ്വച്ഛസുന്ദരമായ തടാകത്തിൻ്റെ തീരത്ത് സ്ഥാപിക്കപ്പെട്ട ക്ലോയിസ്റ്റേർഡ് കോൺവെന്റ് മിണ്ടാമഠം. ലോകസുഖങ്ങളെ വെടിഞ്ഞ് സമ്പൂർണമായി പ്രാർത്ഥനയ്ക്കു വേണ്ടി ജീവിതം മാറ്റിവെച്ച സമൂഹം. മഠത്തിൻ്റെ ചുറ്റുമതിലിനുള്ളിൽ മാത്രം ജീവിച്ച് ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിൽ യേശുവിൻ്റെ മണവാട്ടികളായ സഹോദരിമാർ. പുറം ലോകത്തിൻ്റെ മായാവിലാസങ്ങളിൽ ജീവിതം തളച്ചിടാതെ ഏകാന്തതയിലും മൗനത്തിലും ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കുന്ന അത്ഭുതകരമായ ജീവിതത്തിനുടമകൾ. തിരുസഭയുടെ വിശുദ്ധീകരണത്തിനും ദൈവജനത്തിൻ്റെ രക്ഷയ്ക്കും വേണ്ടി രാപകൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനകൾ ഉണർത്തുന്നവർ. ലളിത ജീവിതവും നിശബ്ദതയും കഠിനാധ്വാനവും ജീവിത പ്രമാണങ്ങളാക്കി വിശുദ്ധിയുടെ തീരത്തെത്താൻ ശ്രമിക്കുന്ന ഇവരുടെ ജീവിതത്തെ മാർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലൂടെ നമുക്ക് പരിചയപ്പെടാം. മാർത്ത ആൻഡ് മേരി എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മിണ്ടാമഠത്തിൻ്റെ തുടക്കക്കാരിയും മലയാറ്റൂർ മൗണ്ട് കാർമൽ ക്ലോയിസ്റ്റേർഡ് കോൺവെന്റ് മദർ പ്രേയർസുമായ സിസ്റ്റർ ജോൺസി മരിയ ഓഫ് ജീസസ് ക്രൂസിഫൈഡ് ആണ് ഇന്ന് നമ്മോട് കൂടെയുള്ളത്. സിസ്റ്റർക്ക് മാർത്ത ആൻഡ് മേരി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. സാധാരണക്കാർക്ക് മിണ്ടാമഠത്തിൻ്റെ രീതികൾ പരിചിതമല്ലല്ലോ. സിസ്റ്റർ ഒന്ന് വിശദീകരിക്കാമോ മിണ്ടാമഠത്തിൻ്റെ രീതികൾ? തിരുസഭയിൽ ധ്യാനാത്മകമായ സമൂഹങ്ങൾ ധാരാളമുണ്ട്. പ്രാർത്ഥനയ്ക്കായിട്ട് മാത്രം മാറ്റിവെക്കുന്നു. അതിലൊന്നാണ് ഞങ്ങളുടെ മഠം. അപ്പോൾ ഈ മിണ്ടാമഠം എന്നുള്ളത് ജനങ്ങൾ സാധാരണയായി ഉപയോഗിക്കുന്നൊരു പദമാണ്. പേപ്പൽ ആവൃത്തി അല്ലെങ്കിൽ ആവൃത്തി മഠം എന്നാണ് ഞങ്ങളുടെ യഥാർത്ഥ. ഞങ്ങൾ അറിയപ്പെടുന്നത് തിരുസഭയിൽ കർമ്മലീത്ത നിഷ്പാദുക സന്യാസിനികൾ, നിഷ്പാദുക കർമ്മലീത്ത സന്യാസിനികൾ എന്നാണ്. ഡിസ്കാൾസ്ഡ് കാർമലൈറ്റ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. OCD എന്നാണ് ഞങ്ങളുടെ ഷോർട്ട് ഫോം. ഇവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടിൽ അമത്രസ്യ പുണ്യോതി ഏലിയ പ്രവാചകൻ്റെ ചൈതന്യം 12-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ചിട്ടത് അമത്രസ്യ പുണ്യോതി 16-ാം നൂറ്റാണ്ടിൽ അതിനെ നവീകരിച്ച ആ ചൈതന്യം തന്നെയാണ് ഞങ്ങളിവിടെ ഇപ്പോഴും ജീവിക്കുന്നത്. അത് പ്രാർത്ഥനയിൽ പരിത്യാഗത്തിൽ കോർത്തിണക്കിയിട്ടുള്ള ഒരു ജീവിതം. ഇതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 4:30 ആരംഭിക്കുന്നു. ധ്യാനവും പിന്നെ വിശുദ്ധ കുർബാന, പിന്നെ 7 യാമങ്ങളിലുള്ള പ്രാർത്ഥനകൾ. ഓരോ യാമത്തിലും ആ പ്രാർത്ഥന നിർവഹിക്കുന്നു. രണ്ട് മണിക്കൂറുള്ള മാനസിക പ്രാർത്ഥന, ധ്യാനം. പിന്നെ ഞങ്ങൾക്ക് സാഹോദര്യമെല്ലാം വ്യക്തമാക്കാൻ പറ്റിയിട്ടുള്ള 2 മണിക്കൂറുള്ള റിക്രിയേഷനും ഞങ്ങൾക്കുണ്ട്. പ്രാർത്ഥനയിൽ ഈ സമൂഹങ്ങൾ ലോകത്തിൽ ആകെ 102 രാജ്യങ്ങളിലായിട്ട് 827 സമൂഹങ്ങൾ, കർമ്മലീത്ത മിണ്ടാമഠങ്ങളും അതുപോലെ 12,000-ൽ പരം സന്യാസിനികളും ഇതിൻ്റെ അംഗങ്ങളായിട്ട് വ്യാപിച്ചിരിക്കുന്നു. ഇന്ത്യയിൽ 34 മഠങ്ങളാണുള്ളത്. അതിൽ 6 കേരളത്തിലുണ്ട്. സീറോ മലബാർ സഭയുടെ ആദ്യത്തെ മിണ്ടാമഠമാണ് ഈ മലയാറ്റൂർ മഠം.
അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ. പിന്നെ മൗനവും ഏകാന്തതയുമാണ് ഞങ്ങളുടെ പ്രധാന ശൈലി. അതായത് ധ്യാനത്തിനും ആയിട്ടും ഞങ്ങളുടെ നിയമത്തിലെ പ്രാചീന നിയമം തന്നെ ഇതാണ്. അവരോരോരുത്തരും അവരവരുടെ സെല്ലുകളിലിരുന്ന് രാപകൽ ദൈവപ്രമാണങ്ങളെപ്പറ്റി ധ്യാനിക്കുക എന്നതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പഠനവും പ്രധാനപ്പെട്ടതാണ്. നല്ല ആധ്യാത്മിക ഗ്രന്ഥങ്ങളും അതുപോലെ തന്നെ സുവിശേഷങ്ങളും ഞങ്ങൾ നിരന്തരം പഠിക്കുകയും അതിനുള്ള ക്ലാസ്സുകളും ഞങ്ങൾക്ക് ലഭിക്കും. ഞങ്ങൾ തന്നെയും പഠിക്കും. എല്ലാ ദിവസവും പിറ്റേ ദിവസത്തെ ലിറ്റർജിയുടെ വായനകൾ, ഗോസ്പലും പിന്നെ ലേഖനങ്ങളും ഞങ്ങൾ വായിച്ച് ഒരാൾ അതിൻ്റെ റിഫ്ലക്ഷൻ നടത്തി എല്ലാ ദിവസവും ഞങ്ങളതിന് ഒരുങ്ങും. ദിവ്യബലിക്ക് നല്ലൊരു ഒരുക്കമാണത്. എല്ലാ ദിവസവും രാത്രിയിലെ ഉല്ലാസം കഴിഞ്ഞ് ഞങ്ങൾ ചാപ്പലിൽ വന്ന് ഒരു 20 മിനിറ്റ് നേരത്തെ ഒരു കമൻട്രി, ഒരു സിസ്റ്റർ അത് ഒരുങ്ങി കമൻട്രി പറയും. അത് ഞങ്ങളുടെ ജീവിതവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് പറയുന്നു. പിന്നെ എല്ലാം ഏകാന്തതയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ജോലികളെല്ലാം ഏകാന്തതയിലാണ് ചെയ്യുന്നത്. പരസ്പരമുള്ള സംസാരം ഞങ്ങൾക്ക് 2 മണിക്കൂർ റിക്രിയേഷൻ അതിനു വേണ്ടി നൽകുന്നുണ്ട്. അത് നല്ല രസമാണ്. ഞങ്ങളുടെ റിക്രിയേഷൻ രസമാണ്. അത് ആരെങ്കിലും പുറത്തുനിന്ന് വന്നവർക്ക് പോലും ഞങ്ങളുടെ ഈ സ്വരം കേൾക്കാനായിട്ട് സാധിക്കും. അത്രയ്ക്ക് നല്ല, എല്ലാവരും ഉള്ളഴിഞ്ഞ് സംസാരിക്കുന്ന, വേറൊരു സമയത്തും സംസാരിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും ധാരാളം പറയാനുണ്ടാകും. വളരെ ആക്റ്റീവാണ് ഉല്ലാസ സമയം. ആ സമയത്തും ഞങ്ങൾ എന്തെങ്കിലും കൊച്ചു ജോലികളും ഈ റോസറി ഉണ്ടാക്കലും പിന്നെ ഓസ്തി കട്ട് ചെയ്യുന്നതൊക്കെ ആ സമയത്ത് ജോലി ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഉല്ലസിക്കുന്നത്. ആണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട. രാത്രി 10:30 ഞങ്ങൾ കിടക്കും. 7 മണിക്കൂർ പ്രാർത്ഥനയും 7 മണിക്കൂർ ജോലിയും 7 മണിക്കൂർ ഉറക്കവും. അതാണ് ജനറലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ ബാക്കിയുള്ള സമയം ഞങ്ങൾ വെജിറ്റബിൾ ഗാർഡനിലൊക്കെ പോയി, എല്ലാവർക്കും ഗാർഡനൊക്കെ ഉള്ളതുകൊണ്ട് അതെല്ലാം കുറച്ച് സമയമൊക്കെ അവിടെയും ചിലവഴിച്ച് പിന്നെ കൃത്യസമയത്ത് പ്രാർത്ഥനയ്ക്ക് വരുന്നു. ഊട്ടുമുറിയിലും വായനയുണ്ട്. ഊട്ടുമുറിയിൽ ഞങ്ങൾക്ക് ഉല്ലാസമില്ല. ഊട്ടുമുറിയിൽ ഞങ്ങൾക്ക് എല്ലാ നേരവും സൈലൻസും പിന്നെ വായിക്കും. ബൈബിളും കോൺസ്റ്റിറ്റ്യൂഷനും അങ്ങനെയൊക്കെയുള്ള മദ്രസ പുണ്യതയുടെ കൃതികളും ഒക്കെ ഞങ്ങൾ വായിച്ചാണ്. ഒരു ഉല്ലാസം വലിയ ആഘോഷ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ടൈമുണ്ട്. അങ്ങനെയുള്ള സമയത്ത് സ്പെഷ്യലായിട്ട് ഉല്ലാസം തരും ഭക്ഷണ സമയത്ത്. അല്ലാത്ത സമയങ്ങളിൽ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഒരു ജോലി അറിയാൻ പാടില്ലെങ്കിൽ അങ്ങനെയുള്ളത് മാത്രം. അല്ലാതെ വേറെ ഉള്ള സംസാരവും ഉല്ലാസവും അങ്ങനെയുള്ളതൊന്നും അല്ലാത്ത സമയത്തില്ല. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സിസ്റ്ററിന് കുറച്ച് കൂടുതൽ നേരം ഒരു സിസ്റ്ററായിട്ട് സംസാരിക്കുന്നതിന് അനുവാദം ചോദിച്ചിട്ടേ ഞങ്ങളതിന് സംസാരിക്കുകയുള്ളൂ. ഇപ്പോഴും വളരെ സ്വരം ഒരിക്കലും പുറത്ത് പോകാത്ത, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് വരാത്ത വിധത്തിലാണ് ഞങ്ങൾ സംസാരവും അതുപോലെ ജനൽ, വാതിൽ ഇതെല്ലാം അടയ്ക്കുന്നത്, പാത്രങ്ങൾ എടുക്കുന്നതെല്ലാം വളരെ ഏകാന്തതയിലാണ്. 16-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ അമ്മ ത്രേസ്യായിലൂടെ നവീകരിക്കപ്പെട്ട കർമ്മലീത്ത സന്യാസ സഭ ആദിമ ചൈതന്യം കൈവിടാതെ സൂക്ഷിക്കുന്നുവെന്നത് ദൈവീകമായ ഒരു ഇടപെടൽ തന്നെയാണ്. ഏകാന്തതയും മൗനവും പ്രാർത്ഥനാരീതികളും പ്രാചീന കാലഘട്ടത്തിൽ എന്ന പോലെ തന്നെ നടക്കുന്നു. മിണ്ടാമഠം സന്ദർശിക്കുന്നവരെ സ്വീകരിക്കുന്നതും ആദിമ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ്. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഒരു പ്രാർത്ഥനാ സഹായത്തിനായിട്ട് വന്നതാണ്. അപ്പം നേരിട്ട് കാണാനായിട്ട് ആഗ്രഹം ഉണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ കാഴ്ചമുറിയിലേക്ക് പോക്കോ. താക്കോലും ഇവിടെ വെച്ചിട്ടുണ്ടേ. നമ്മെ ഭാരപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളെ ഇവരോട് പങ്കുവയ്ക്കുവാനും പ്രാർത്ഥനകൾ സ്വീകരിക്കുവാനും ഇവിടെ അവസരമുണ്ട്. എല്ലാവരും സന്ദർശകരെ കാണുന്നില്ലെങ്കിലും ആതിഥ്യമരുളാൻ ഇവർ ശ്രദ്ധിക്കുന്നു. മറയ്ക്കപ്പെട്ട ജീവിതത്തിനുടമകളായ ഇവർ ദൈവ തിരുമുൻപിൽ
നമ്മെ മറക്കാറില്ല. ഇതുപോലുള്ള മിണ്ടാമടങ്ങൾ സ്ഥാപിച്ചതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നൊന്ന് വിശദീകരിക്കാമോ? പ്രധാനമായും തിരുസഭയുടെ സേവനത്തിന് വേണ്ടിയാണ് മിണ്ടാമടങ്ങൾ സ്ഥാപിതമായത്. കർമ്മല സഭയുടെ നിഷ്പാദക കർമ്മലീത്ത സഭ സ്ഥാപിതമായപ്പോൾ വിശുദ്ധ അമ്മ ത്രേസ്യായുടെ മനോഭാവം ഇതായിരുന്നു: തിരുസഭയ്ക്ക് വേണ്ടി കുറച്ച് ഈശോയുടെ ഏറ്റവും അടുത്ത കുറച്ച് സ്നേഹിതരുണ്ടാകുക, എ തിക് ഫ്രണ്ട്സ് ഫോർ ജീസസ്. തിക് ഫ്രണ്ട്സ് എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? പ്രാർത്ഥനയിലും ഏകാന്തതയിലും ദൈവത്തിനു വേണ്ടി മാത്രം ചെലവഴിക്കുന്ന, ഈശോയെ ഉള്ളഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു കൂട്ടം, എ കോളേജ് ഓഫ് ക്രൈസ്റ്റ് വി ക്യാൻ സേ. ഇൻ എ ഷോർട്ട് വേ, ഏറ്റവും ചെറുതായ രീതിയിൽ പറയുകയാണെങ്കിൽ, എ പ്രേയിങ് കമ്മ്യൂണിറ്റി അറ്റ് ദ സർവീസ് ഓഫ് ദ ചർച്ച്. ബാല്യകാലത്തെ ഓർമ്മകൾ, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളുള്ള താല്പര്യം ഒന്ന് വിശദീകരിക്കാമോ? എൻ്റെ ആധ്യാത്മിക ജീവിതം വളർന്നത് നല്ലൊരു കുടുംബാന്തരീക്ഷത്തിലാണ്. ഉറച്ച ദൈവവിശ്വാസവും നല്ല ദൃഢചിത്തതയുമുള്ള മാതാപിതാക്കളിൽ നിന്നാണ് എനിക്കത് ലഭിച്ചത്. രാവിലെ 5:30-ക്കുള്ള ദിവ്യബലിയിൽ ഞങ്ങളെല്ലാവരും പങ്കെടുക്കണം. പിന്നെ 8 മണിക്ക് സ്ഥിരതയോടുകൂടി നിഷ്ഠയോട് കൂടിയിട്ടുള്ള കുടുംബ പ്രാർത്ഥന, അതെല്ലാവരും കൃത്യമായിട്ട് പങ്കെടുക്കും. അമ്മച്ചി അതിന് ഒന്നാമത് വന്നിരിക്കും. അമ്മച്ചിയുടെ ശിക്ഷണം, പിന്നെ എൻ്റെ സ്കൂളിലുള്ള ടീച്ചേഴ്സ്, സിസ്റ്റേഴ്സ്, അവരുടെ ആധ്യാത്മികമായിട്ടുള്ള ചൈതന്യം എന്നെ വളരെയധികം ഈ ജീവിത രീതിയെ എടുക്കാനായിട്ട് എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ കുർബാന കഴിഞ്ഞ് പോവുകയാണെങ്കിലും, കുർബാന കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞങ്ങൾ മറ്റു കൂട്ടുകാരികളുടെ കൂടെ ഒന്നും നടക്കുകയില്ല. എപ്പോഴും അമ്മച്ചിയുടെ കൂടെയാണ് ഞങ്ങൾ കുർബാന കഴിഞ്ഞ് പോകുന്നത്. അപ്പോൾ അമ്മച്ചി കുറച്ച് നേരം അതിൻ്റെ പള്ളിയുടെ ഓപ്പോസിറ്റുള്ള ഒരു കപ്പേളയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥിക്കുമ്പോഴും ഞങ്ങളും അവിടെ പോയി കുറേ നേരം, അമ്മച്ചി ചിലപ്പം കുറേ പ്രാർത്ഥിക്കുക. എന്നാന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ അതുപോലെ തന്നെ കുറേ നേരം അതുപോലെ നോക്കി നിന്ന് എന്തൊക്കെയോ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല എങ്ങനെയാണ് പ്രാർത്ഥിച്ചതെന്നൊക്കെ. കുറേ നേരം അവിടെ നിന്ന് ഞാനും അതുപോലെ തന്നെയൊക്കെ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് അമ്മച്ചിയുടെ കൂടെ തന്നെ തിരിച്ച് പള്ളിയിൽ നിന്ന് വരുന്നതൊക്കെ അത് ഞാനിപ്പോഴും വളരെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ധ്യാന ആത്മകഥർ പ്രാർത്ഥിക്കുമ്പോൾ പറയും, ഇങ്ങനെ മാതാവിനോട് വളരെ ഭക്തി ഉണ്ടായിരുന്നതായിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറയും. എനിക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട്. പിന്നെ ഞാൻ സ്കൂളിൽ ധാരാളം ഗുഡ് മാർക്കിന് വേണ്ടിയിട്ട് ഒത്തിരി പ്രാധാന്യം കൊടുത്തിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ഗുഡ് മാർക്ക് കിട്ടാൻ വേണ്ടി സുഹൃദീപങ്ങൾ ഒത്തിരി ചൊല്ലുമായിരുന്നു. ഓരോ സുഹൃത്തിനും ഒരു ഗുഡ് മാർക്കുണ്ട്. അപ്പോൾ 2000-3000 ഒക്കെ സുഹൃദീപങ്ങളെല്ലാം ഇങ്ങനെ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും കുളിക്കുമ്പോഴൊക്കെ ഞാൻ ചൊല്ലും. കാരണം അത് അങ്ങനെ എനിക്ക് സ്കൂളിലെ ഫസ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഗുഡ് മാർക്കിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വിസിറ്റ് കഴിക്കുന്നതിനും ഇടയ്ക്ക് പോയി ചാപ്പലിൽ പോയി വിസിറ്റ് ചെയ്യും ഇൻ്റർവെല്ലിൻ്റെ ടൈമിൽ. അപ്പോഴും ഇതുപോലെ തന്നെ ഇതിനൊക്കെ ഗുഡ് മാർക്കുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിലൊക്കെ ആയിരിക്കും ഞാനിതിങ്ങനെ വളർന്നത്. സുഹൃദേവൻ ചൊല്ലുന്നതിനകത്തൊക്കെ ഒത്തിരി അങ്ങനെ വളർന്നിട്ടുണ്ട്. പിന്നെ സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ കുരിശിൻ്റെ വഴി കഴിക്കുന്ന അവരുടെ പാട്ട്, അത് എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചിട്ടുണ്ട്. ആ കുരിശിൻ്റെ വഴിയുടെ പാട്ട് സിസ്റ്റേഴ്സിൻ്റെ. പിന്നെ അവർ ആൾത്താരയിൽ കയറി നിന്ന് ആരാധനയ്ക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യും, ഫ്ലവേഴ്സൊക്കെ വയ്ക്കുകയും. അപ്പോൾ അതെല്ലാം അവർക്ക് അയ്യോ അവരെന്തൊരു മാലാഖമാരുടെ പോലെ അവരവിടെ നിന്നെല്ലാം ഡെക്കറേറ്റ് ചെയ്യുന്നത് എന്നെ ഒത്തിരിയേറെ ആകർഷിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഇതിനൊരു സാധ്യത എനിക്ക് ദൈവം തരും, അങ്ങനെ ഞാൻ ആഗ്രഹിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ മടത്തി ചേരുന്ന ഒരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. വിവാഹ ജീവിതം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല എൻ്റെ ജീവിതത്തിൽ. അതുകൊണ്ടാണ് അമ്മച്ചി എന്നെ ഉടനെ തന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് മടത്തി ചേരാനായിട്ട്. അപ്പോൾ അമ്മച്ചി പറഞ്ഞത് സാരല്ല, എന്തായാലും നീ ലോകം കണ്ടിട്ടില്ല. കോൺവെൻറ്റ് സ്കൂളായിരുന്നു ഞങ്ങളുടെ, ബോയ്സ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്നെ ശങ്കര കോളേജിൽ കൊണ്ടുപോയി ചേർത്തു. അപ്പോൾ അവിടെയെല്ലാം ഒത്തിരി പിള്ളേരെല്ലാം ഒത്തിരി ഇങ്ങനെ കളിയാക്കലും അതൊക്കെ എനിക്കൊരു ശ്വാസം മുട്ടുന്നത് പോലെയായിരുന്നു. ഞാൻ മറ്റേ അന്തരീക്ഷത്തിൽ നിന്ന് വന്നിട്ട് അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഞാൻ ഇടയ്ക്ക് ഓർക്കുന്നുണ്ട്. സന്യാസ ദൈവവിളി സ്വീകരിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് വിശദീകരിക്കാമോ? ഞാൻ ചെറുപ്പം മുതലേ എനിക്ക് താല്പര്യമാണ്. പിന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ മരിച്ചു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കൂട്ടുകാർ പലരും മടത്തി പോകാനായിട്ടുള്ള താല്പര്യത്തിലായിരുന്നപ്പോൾ എനിക്കും അവരുടെ ഒപ്പം തന്നെ പോകാനായിട്ട് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചു. അതിനായിരുന്നു എൻ്റെ പ്രാർത്ഥനയും ഒക്കെ ആയിരുന്നത്. പ്രാർത്ഥനയും പരിഹാരമൊക്കെ ഞാൻ അതിനായിരുന്നു ചെയ്തു. പക്ഷെ അമ്മച്ചി എന്ത് ചെയ്താൽ സമ്മതിക്കലായിരുന്നു. അമ്മച്ചിക്ക് ഞാൻ എവിടെയെങ്കിലും ഒരു കോളേജിൽ പഠിച്ചൊരു ഇത്തിരി ജീവിതം ഒന്ന് കണ്ടു കഴിഞ്ഞിട്ട് നീ പോയാൽ മതി എന്ന് അമ്മച്ചി നിർബന്ധം പിടിച്ചു. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയിലുള്ള തച്ചിലച്ഛൻ്റെയൊക്കെ അടുത്ത് അവരും പറഞ്ഞു ശരി തന്നെയാണ്, അവളെ ശങ്കരയെ തന്നെ ചേർത്തുമ്പോൾ ഒക്കെ ശരിയായിട്ടുള്ള രീതികളെല്ലാം അവൾ മനസ്സിലാക്കിയിട്ട് പോകുന്നതാണ് കൂടുതൽ നല്ലതെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്നെ കോളേജിൽ ചേർത്തു.
അങ്ങനെ കോളേജിലെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഒരു മിണ്ടാമ്പൂച്ചിയായിരുന്നു, ഒന്നും മിണ്ടുക. കോൺവെൻറ്റ് ലൈഫ് മാത്രമാണ് എനിക്ക് ആ രീതിയിലുള്ളൊരു സ്റ്റൈലായിരുന്നു. അപ്പം വർത്തമാനം പറയാനൊക്കെ പിള്ളേരൊക്കെ എൻ്റെ പുറകെയൊക്കെ വരുമ്പോഴൊക്കെ ഞാനൊന്നും മിണ്ടുകയില്ല. അങ്ങനെയൊക്കെയുള്ള കുറേ അനുഭവങ്ങളൊക്കെ ഞാൻ അമ്മച്ചിയോട് വന്ന് പറയും. അപ്പം അങ്ങനെ കോളേജിൻ്റെ +2 കഴിഞ്ഞപ്പം പിന്നെ മഠത്തിൽ പോകാനായിട്ടുള്ള കാര്യം ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മാത്രം കുടുംബത്തിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ അത് പിന്നീടൊരു വിഷമത്തിന് കാരണമാവുമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അനിയത്തി 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് അവൾ മഠത്തിൽ പോകാനായിട്ട്, അതുവരെ അവൾക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. വളരെ ഫോർവേഡായിട്ട് എല്ലായിടത്തും ഇങ്ങനെ പ്രസരിച്ച് നടന്നിരുന്ന ആളായതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഒരു സംശയമായിരുന്നു അവൾ ചോദിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഒരു ആൻറ്റി കൊച്ചു റെസിപ്പിയുടെ ഒരു പുസ്തകം കൊടുത്തു അവധിക്കാലത്ത്. അത് വായിച്ചപ്പോൾ അവൾക്ക് ദൈവവിളി ശക്തമായിട്ട് വന്നു. അങ്ങനെ അവൾ അമ്മച്ചിയും കൂട്ടിക്കൊണ്ട് എൻ്റെ ലോങ് സ്കേർട്ടൊക്കെ ഇട്ടുകൊണ്ടാണ് ആൾ അവിടെ പോയത്. അപ്പോൾ അവളെ കൊച്ചായതുകൊണ്ട് അവരെടുത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ തീർച്ചയായിട്ടും +2 കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ഉടനെ അഡ്മിഷൻ ഉറപ്പാണെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു, ഈ സൊഡാലിറ്റിക്ക് വന്നപ്പം സിസ്റ്റേഴ്സ് പറഞ്ഞു, ഇന്ന് പ്രോവിൻഷ്യാളമ്മ അവിടെയുണ്ട്, അപ്പം ഒന്ന് പോയി കാണുകയാണെങ്കിൽ അമ്മ വിളിക്കുന്നുണ്ട്, ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാനന്നത് നല്ലൊരു തക്കമായി. അപ്പം ഇനി ഒരു സ്റ്റെപ്പും ചിന്തിക്കേണ്ട ആവശ്യമില്ല, ഉടനെ തന്നെ ഞാനങ്ങ് അതിന് ഉത്തരം കൊടുത്ത് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം പ്രോവിൻഷ്യാളമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മ പറഞ്ഞു, വേഗം തയ്യാറായിട്ട് പോരെ, ബാക്കിയുള്ളവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ എന്നോട് ചോദിച്ചു എന്തൊക്കെയാണ് താല്പര്യം എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് ഒരു സന്യാസിയാണ്, ഒരു വിശുദ്ധിയാകണം എന്നൊക്കെ ഞാൻ അവരോടൊന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ മഠത്തിൽ ചേരുന്നു. ഇങ്ങനെയാണ് ചേരാനുണ്ടായ സംഭവം. എൻ്റെ വൊക്കേഷൻ എനിക്ക് ദൈവവിളി കിട്ടിയെന്ന് പറയുന്നത് ഞാൻ നവമാലിക പുസ്തകം വായിച്ചതിന് ശേഷമാണ്. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഒരു നവമാലിക പുസ്തകം വായിക്കാനിടയായി. അതിൽ നിന്നാണ് എനിക്ക് ദൈവവിളി ലഭിച്ചത്. അപ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ജീവിതം എന്നെ ഒത്തിരിയധികം ആകർഷിച്ചു. ഒരു കർമ്മലീത്ത സന്യാസിനിയായിട്ട് ജീവിക്കാനായിട്ടാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായത്. അപ്പോൾ അന്നത്തെ കാലത്ത് എനിക്ക് മിണ്ടാമഠത്തെക്കുറിച്ച് അറിവില്ലാതിരുന്നതുകൊണ്ട് CMC കോൺഗ്രിഗേഷനെ കുറിച്ച് മാത്രമേ അറിവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ അവിടെ ചേരാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, മോള് തീരെ കുഞ്ഞാണ്, അതുകൊണ്ട് PDC കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി. പിന്നെ വീണ്ടും ഇനി PDC കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തെ പരിപാടിയാണ്. അപ്പം ഞാൻ ഓർത്തു, ഇനി അങ്ങനെ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല, നോക്കട്ടെ, ദൈവത്തിന് ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ള തീരുമാനത്തോടു കൂടി ഞാൻ അങ്ങനെ ടൈപ്പിങ്ങും ഷോർട്ട് ഹാൻഡും പഠിക്കാനായിട്ട് പോയി. അങ്ങനെ ഇരുന്ന സമയത്താണ്, ഒരു 2 ആഴ്ചയുടെ സമയമുള്ളൂ, ആ സമയത്താണ് SMI സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന് പറഞ്ഞ് ഒരു കോൺഗ്രിഗേഷൻ അവിടെ വൊക്കേഷൻ ടൂറിന് വരുന്നു. ഞങ്ങളുടെ കാറ്റിക്സം ക്ലാസ്സിൽ അവർ വന്ന് ഞങ്ങളോട് അവരുടെ കോൺഗ്രിഗേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ ചൈതന്യമാണ് അവർ ഉൾക്കൊള്ളുന്നതെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, അന്ന് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ഈ സഭയിലേക്ക് തന്നെയാണെന്ന്. അങ്ങനെ ഞാൻ അവരുടെ കൂടെ SMI കോൺഗ്രിഗേഷനിലേക്ക് ചേർന്നു. ഞാൻ നോഷേറ്റിലായിരിക്കുമ്പോൾ ഞാൻ എൻ്റെ ചേച്ചിക്ക് ഇങ്ങനെ എഴുതായിരുന്നു, എന്നാലും എന്നെ ദൈവം കാർമലിലേക്ക് വിളിച്ചില്ലല്ലോ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ വിളിയെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എപ്പോഴും ഞാൻ ദൈവത്തിന് നന്ദി പറയും. കാരണം എനിക്ക് അപ്രാപ്യമായ ഒരു പാറമേലാണ് ദൈവം എന്നെ കയറ്റി നിർത്തിയിരിക്കുന്നത് എന്നുള്ള ആ സങ്കീർത്തനം വളരെ അർത്ഥവത്താണ് എൻ്റെ ജീവിതത്തിൽ. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു കർമ്മലീത്ത സന്യാസിയായിട്ട് ജീവിക്കാനുള്ള ഒരു ഇത് എനിക്ക് ഉണ്ടാവുമോ എന്ന്. കാരണം ഞാൻ അതുപോലെ ഒത്തിരി വേൾഡിലെയും സോഷ്യബിളുമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. ഈവൻ SMI കോൺഗ്രിഗേഷനിലും ഒത്തിരി സോഷ്യബിളായിട്ടും മനുഷ്യരുമായിട്ട് ഇടപെട്ട് ജീവിച്ചൊരു വ്യക്തിയാണ്. ഇങ്ങനെ ഈ കർമ്മലീത്ത സഭയിലെ ഈ ക്ലോയിസ്റ്ററിൻ്റെ ഉള്ളിലിരുന്ന് ഇങ്ങനെ ഈശോയുമായിട്ട് ഇടപഴകി ജീവിക്കുക എന്നുള്ളത്, അപ്പോൾ ഇതൊന്നും എൻ്റെ കഴിവല്ല, ദൈവമാണ് നമുക്ക് ഈ കഴിവും ഈ ദാനവും തരുന്നത് എന്നുള്ളൊരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ ഇതൊന്നും എൻ്റേതല്ല, എല്ലാ ദാനവും ദൈവത്തിൻ്റേതാണ് എന്ന് ഞാൻ സത്യമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. സന്യാസ പരിശീലന കാലത്തെ അനുഭവങ്ങൾ അതൊന്ന് പറയാമോ? ദൈവവിളി സ്വീകരിച്ച് സന്യാസ ഭവനത്തിലേക്ക് വന്നെങ്കിലും ദൈവവുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്നത് ഞാൻ എൻ്റെ ആദ്യകാല പരിശീലന കാലത്താണ്. അതായത് ക്രിസ്തുവിനെ ഒരാൾ അനുധാവനം ചെയ്യുമ്പോഴും അവിടുത്തെ സഹനത്തിൽ പങ്കുകാരാകുക, അങ്ങനെ പങ്കുകാരാകുന്നത് വഴിയാണ് ശരിക്കും ഒരു രൂപാന്തരീകരണം നമ്മളിൽ നടക്കുന്നതെന്ന് ഞാൻ എൻ്റെ ആദ്യകാലത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് തക്കതായൊരു അനുഭവം എനിക്കുണ്ടായിരുന്നു. അതൊരു തെറ്റിദ്ധാരണയുടെ ഒരു അനുഭവമായിരുന്നു. അവിടെ ഞാൻ അതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കളിച്ചും ചിരിച്ചും നടക്കുന്ന ഒരു സന്യാസി പോലെ ആസ്പിരൻസിയും പോസ്റ്റുലൻസിയും ഒക്കെ അങ്ങനെയായിരുന്നു. ഒത്തിരി തമാശ പറയുകയും എല്ലാവരും ചിരിപ്പിക്കുകയും അതിൽ ഞാനൊരു ആനന്ദം കൊള്ളുകയും
ഒരു നല്ലൊരു സമൂഹം പോലെ എനിക്കതൊരു സന്തോഷമായിരുന്നു. അത് ഞാൻ കൂടുതൽ സംസാരിച്ച് അവരെയൊക്കെ ചിരിപ്പിക്കും. ഞാൻ പറഞ്ഞാലാണ് ശരിക്കും എല്ലാവരും ചിരിക്കുള്ളൂ എന്നായിരുന്നു എൻ്റെ വിചാരം. അതുകൊണ്ട് അവരെയൊക്കെ നിർത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കുമായിരുന്നു പലപ്പോഴും ഉല്ലാസവേളയിലൊക്കെ. പക്ഷേ ഈ അനുഭവം കൊണ്ട് ഞാൻ വളരെയധികം കാര്യങ്ങൾ മനസ്സിലാക്കി. അതായത് ദൈവം എന്നെ വിളിക്കുന്നു എന്നുള്ള അനുഭവം എനിക്ക് ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് ഞാൻ ശരിക്കും പഠിച്ചത്. കാരണം അതോടുകൂടെ ഞാൻ പിന്നെ ഈശോ എൻ്റെ ഒരു ജീവിത പങ്കാളിയായിട്ട് മാറുന്ന ഒരു അനുഭവമായിരുന്നു എനിക്ക്. എൻ്റെ ഈ സഹനം, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടു. ആ തെറ്റിദ്ധരിക്കപ്പെട്ട അനുഭവത്തിൽ ഞാൻ ഈശോയിലേക്ക് ഞാൻ വേഗം തിരിഞ്ഞു. ഈ ഒരു സമയത്ത് ഇതിന് ഉത്തരം കണ്ടെത്തും, ഒരു സമയത്ത് ഇത് തെളിയും. ഞാൻ നോക്കുമ്പോൾ എപ്പോഴും വിസിറ്റിന് പോകുമ്പോൾ ഈശോയുടെ ആ കുരിശിൻ്റെ മുഖം ഞങ്ങളുടെ ഭാഗത്തേക്കായിട്ട് തിരിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ മുഖത്ത് നോക്കി അവിടെയായിരുന്നു പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷമൊക്കെ ഞാൻ അവിടെയായിരുന്നു. അത് ഈ സഹനമാണ് എന്നെ അതിലേക്ക് നയിച്ചത്. ആ സഹനത്തിൻ്റെ അനുഭവത്തിൽ എന്നിൽ തന്നെ ഒരു വലിയ മാറ്റം ഞാൻ കാണുകയാണ്. അതുവരെ ഞാനിങ്ങനെ വലിയ ആഘോഷമായിട്ട് ചിരിച്ചും കളിച്ചും നടന്നിരുന്നതിൻ്റെ എല്ലാം ഒന്ന് മാറിയിട്ട് പഠനത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല ചിട്ടയോടുകൂടെ ചിന്തിക്കാനും പ്രാർത്ഥിക്കാനും എല്ലാത്തിലും ഒന്നാമത്തെ ആളായിട്ട് നിൽക്കാനായിട്ട് ഈശോയ്ക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവരെ ഒന്നും ഇനി ആരെയും ആശ്രയിച്ചിട്ടൊരു കാര്യമില്ല. എൻ്റെ ഈ സഹനവേളയിൽ ആരും മനസ്സിലാക്കുന്നില്ല, അവരൊന്നും. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇതാണ്, പിന്നെ എനിക്ക് കുരിശിൻ്റെ വഴിയാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാൻ 1-2 മണിക്കൂറുകൾ തന്നെ കുരിശിൻ്റെ വഴി കഴിച്ച്, മണി അടിക്കുന്നത് പോലും ഞാൻ ആ കുരിശിൻ്റെ വഴി കഴിക്കുമ്പോൾ അറിയല്ല. അത്രയ്ക്ക് ഇമേഴ്സ്ഡായിട്ടാണ് എപ്പോഴും ഓടി. 1 മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഓടി ചാപ്പലിൽ വന്ന് ഈശോയായിട്ട് ഞാൻ വർത്തമാനം പറയും. ഇതൊക്കെയായിരുന്നു എനിക്ക് പിന്നെ ഭയങ്കരത്. ഞാനത് വളരെയധികം ആ ഒരു എൻ്റെ ജീവിതത്തിൽ വലിയൊരു ടേണിങ് പോയിൻ്റായിരുന്നു പോസ്റ്റൻസിൽ എനിക്കുണ്ടായ. അതാണ് ശരിക്കും സഹനത്തിൻ്റെ അർത്ഥവും അതുപോലെ തന്നെ സന്യാസത്തിൻ്റെ അർത്ഥവും ഈശോയുടെ പരിത്യാഗത്തിൻ്റെ ഇതും വിശുദ്ധീകരണത്തിലൂടെയാണ് രൂപാന്തരീകരണം നടക്കുള്ളൂ എന്നുള്ളത് ശരിക്കും എനിക്കങ്ങ് നല്ല ബോധ്യം കിട്ടിയ ഒരു അനുഭവം. പിന്നെ തൊട്ട് എൻ്റെ ഉല്ലാസം എല്ലാം വ്യത്യാസപ്പെട്ടു. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് നേരം ഉണ്ടെങ്കിൽ മാത്രം ഞാനൊരു വാക്ക് മിണ്ടും. അവർ സംസാരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമാണ്. എല്ലാവരും സംസാരിക്കട്ടെ. എനിക്കെല്ലാം പിന്നെ ത്യാഗമായി മാറി. എൻ്റെ ഉല്ലാസ സമയങ്ങളും ഒക്കെ എനിക്ക് എന്തുമാത്രം ത്യാഗം ചെയ്യാനായിട്ടുള്ള ഒരു ഇതൊന്നും ഞാൻ സമ്പാദിച്ചെടുത്തതല്ല. അതെനിക്ക് ഒരു കൃപയായിട്ട് അങ്ങ് ദൈവം പിന്നെ തരാണ് ചെയ്തത്. പഠിക്കാനായിട്ട് പിന്നീട് ഞാൻ എല്ലാ വിഷയത്തിനും ഞാൻ ഓർക്കുന്നുണ്ട്. അതിന് ശേഷം എനിക്ക് തന്നെയായിരുന്നു എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്ന എല്ലാ പരീക്ഷകൾക്കും. എല്ലാവരെയും പഠിപ്പിക്കാനും അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും അങ്ങനെ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറുന്ന അനുഭവമായിരുന്നു. ഇപ്പോൾ ഡ്രാമയൊക്കെ കളിക്കുന്ന സമയത്ത് ഇഷ്ടമില്ലാത്ത പാട്ട് വന്നു കഴിയുമ്പോൾ അതെടുക്കാനായിട്ട് എനിക്കൊരാഗ്രഹമായിരുന്നു. ആരും എടുക്കാത്ത പാർട്ട് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാ വിധത്തിലും ഈശോയുടെ ഇഷ്ടം നിറവേറ്റണം എന്നുള്ള ഒരു സന്തോഷം എനിക്ക് പിന്നെ അതായിരുന്നു. പിന്നെ പ്രാർത്ഥനയ്ക്കൊക്കെ ആണെങ്കിലും എപ്പോഴും ഞാൻ കൂടുതൽ നേരെ ഇങ്ങനെ മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കാനൊന്നും എനിക്കൊരു ക്ഷീണം പോലും തോന്നാറില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും നൊവിഷ്യേറ്റിൽ ഓരോ സെല്ലുണ്ട്, സെപ്പറേറ്റ് റൂമുണ്ട്. അതൊക്കെയാണ് ഞാൻ മുട്ടുകുത്തിയെന്ന് ധാരാളം സമയം പ്രാർത്ഥിക്കാൻ, ആരും കാണാതെ ഈശോയെ സ്നേഹിക്കാനായിട്ടുള്ളൊരു താല്പര്യം. ഇതായിരുന്നു എൻ്റെ. പിന്നെ 75-ൽ ഫസ്റ്റ് പ്രൊഫഷൻ കഴിഞ്ഞു. സിസ്റ്റർ ഏതെല്ലാം മേഖലകളിലാണ് ശുശ്രൂഷ ചെയ്തിരിക്കുന്നത്? CMC സന്യാസ സമൂഹത്തിലാണ് ഞാൻ പരിശീലനം നേടിയത്, വ്രതവാഗ്ദാനം ചെയ്തതും. അതിനുശേഷം എന്നെ അവർ പല പഠനങ്ങൾക്കായിട്ട് വിട്ടു. മദ്രാസിലും ബാംഗ്ലൂരും പിന്നെ റോമിലും തിയോളജി പഠിക്കാൻ ഞാൻ 5 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ലൈസൻഷ്യേറ്റ് പഠിച്ച് തിരിച്ച് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം എന്നെ പിന്നെ നമ്മുടെ റിന്യൂവൽ ടീമിലെ അംഗമായിട്ട് ഞാൻ 5 വർഷം ജോലി ചെയ്തു. പിന്നെ അതിന് ശേഷം പിന്നെ അർത്തിനികളുടെ ഗുരുനാഥയായിട്ട് എനിക്ക് ആ ജോലിയും മിസ്ട്രസ്സായിട്ടുള്ള ജോലി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ജലന്ധറിലും മീററ്റിലൊക്കെ ചെറിയ പ്രേക്ഷിത പ്രവർത്തനത്തിനായിട്ട് മിഷനിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. റോമിൽ പഠിച്ചെന്ന് പറഞ്ഞല്ലോ, റോമിലെ പഠന കാലങ്ങളെക്കുറിച്ചൊന്ന് പറയാമോ? റോമിൽ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ 78 തൊട്ട് 84 വരെ അവിടെ ഉണ്ടായിരുന്നു. തിയോളജി പഠിക്കാനായിട്ടാണ് പോയത്. ആ കാലഘട്ടത്തിൽ ഈ ദീർഘകാല സമ്മർ ഹോളിഡേയ്സ് ഞങ്ങൾക്കുണ്ടാകുമായിരുന്നു. ഹോളിഡേയ്സിന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചത് മിണ്ടാമടങ്ങളിൽ പോയി താമസിക്കുന്നത് എനിക്ക് വലിയൊരു ഹരമായിരുന്നു. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും മാർഗം കിട്ടുമെന്നുള്ളത് ഞാൻ അന്വേഷിക്കുമായിരുന്നു. അപ്പോൾ ഇതിനെന്നെ പ്രേരിതമായത് ഞാൻ പോസ്റ്റ്ലൻസിൽ എനിക്ക് ആ ഒരു പ്രാർത്ഥനാനുഭവത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. മാനസാന്തരത്തിൻ്റെ
ആ അനുഭവത്തിൽ തൊട്ട് തന്നെ ഞാൻ കൊച്ചുറേസ്യയുടെ ആ ജീവിതവുമായിട്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ നാട്ടിൽ ഈ ക്ലോയിസ്റ്റേഡ് കോൺവെൻറ്റ് എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് അന്ന് തൊട്ടാണ് അറിയാൻ തുടങ്ങിയത്. ഞങ്ങളുടെ ഗുരുവച്ചൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ അന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അതൊക്കെ നിത്യവ്രതം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള തീരുമാനമൊക്കെ നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ മച്വർ തീരുമാനമായിരിക്കുകയല്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനിനി അത് ആകുന്നത് വരെ കാത്തിരിക്കാമെന്ന് ഓർത്താണ്. എനിക്ക് പിന്നെ പഠനങ്ങളിലൊക്കെ ഈ ദൈവകാര്യങ്ങൾ അറിയാനായിട്ട് മാത്രമാണ്. അപ്പോൾ പഠിക്കാൻ പോകുമ്പോഴൊക്കെ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയുള്ളൊരു ചിന്തയാണ്, ദൈവത്തെ കൂടുതൽ അറിയാനായിട്ടുള്ള എന്തെങ്കിലും മാർഗ്ഗങ്ങളായിരുന്നു എൻ്റെ സർവ്വശ്രദ്ധയായിരുന്നത്. അതാണ് ഞാൻ ലൈബ്രറിയൊക്കെ ആഗ്രഹിക്കുന്നത് അവിടെ. അപ്പോൾ ഈ റോമിൽ പഠിക്കാനായിട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർത്തി എന്നാൽ ഈ അവധി കാലത്തൊക്കെ ഇങ്ങനെ നമുക്ക് പോകാമല്ലോ, അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഓറിയൻ്റൽ കോൺഗ്രിഗേഷൻ്റെ അന്നത്തെ പ്രീഫെക്റ്റ് ആയിരുന്ന മോൺസിഞ്ഞോർ മിഫ്സുഡ് ആണ് എനിക്കിങ്ങനെ 2-3 മിണ്ടാമടങ്ങളെ പരിചയപ്പെടുത്തി തന്നു, റോമിൽ ഫ്രാൻസിലൊക്കെയുള്ള. അപ്പോൾ അദ്ദേഹം തന്നെയാണ് അതിനുള്ള എഴുത്തുകുത്തുകളൊക്കെ നടത്തി. അങ്ങനെ ഞാൻ പലപ്പോഴും അവിടെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അനുഭവമായിട്ട് ഞാൻ തിരിച്ചു വരുമ്പോഴൊക്കെ ഞാൻ ഓർക്കും ഇനി എനിക്കിതിനകത്തേക്ക് പറ്റില്ലല്ലോ എന്നുള്ള ചിന്ത വിഷമിച്ചും കൊണ്ടാണ് ഞാൻ അവധിക്കാലം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. അതൊരു സ്വപ്നം പോലെയൊക്കെ ആയിട്ടായിരുന്നു ഇരുന്നിരുന്നത്. അപ്പം ആ അനുഭവങ്ങൾ ഒത്തിരിയേറെ എന്നെ സ്പർശിച്ചിട്ടുണ്ട്. അവിടെ എൻ്റെ ദൈവാനുഭവത്തിൽ ഞാൻ ഒത്തിരി ആഴപ്പെട്ട് ഉള്ള അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ എന്നെ ദൈവം ആ രീതിയിലാണ്, ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനയും സ്നേഹവും എൻ്റെ കൂടെ അതിനുള്ളൊരു അനുഭവം ഉണ്ടായിരുന്നു. ഒരു എക്സ്പീരിയൻസ് എനിക്ക് ദൈവം പോകുന്നതിന് മുമ്പ് എനിക്ക് തന്നിരുന്നു. അതെല്ലാം പിന്നെ അത് കഴിഞ്ഞ് ഞാൻ കൺച്ചായി അച്ഛനെ എന്നെ കാണണമെന്ന് പറഞ്ഞു ജനറാളമ്മ അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴും ഞാൻ അച്ഛനോടും പറഞ്ഞു, അച്ഛൻ പറഞ്ഞു പോയ പോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ച് വന്നേക്കണം കേട്ടോ എന്ന് എനിക്കൊരു താക്കീത് പോലെ. ഞാൻ ഒരിക്കലും മിണ്ടാമ്പൂച്ചിയായിരുന്നു എന്നെ അച്ഛനങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശരി തന്നെയാണ്, എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ വരില്ലെന്ന്, അങ്ങനെയാണ് ലോകത്തിൽ കാണുന്നത് എന്നൊക്കെ. അച്ഛൻ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റുകയല്ല. ഞാനൊരു ഉദാഹരണം പറയാമെന്ന് പറഞ്ഞു. ഒരു തെങ്ങിൻ്റെ പട്ട നമ്മൾ വെട്ടി അത് കുഴിച്ചിടുകയാണ്, അതിന് അത് വേരുണ്ടായി തേങ്ങ വരെ. പക്ഷേ ഈ പട്ട അതിൻ്റെ ശക്തി അനുസരിച്ച് ഒരു 3-4 മാസം വരെ വേണമെങ്കിൽ അങ്ങനെ പച്ച കെടാതെ അങ്ങനെ നിൽക്കാം. അപ്പോൾ അദ്ദേഹം എന്നെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് ഇങ്ങനെയാണ് ഈ സിസ്റ്റേഴ്സ് ഇങ്ങനെ പോയ സിസ്റ്റേഴ്സിനൊക്കെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർ നമ്മുടെ ദൃഷ്ടിയിലും മറ്റുള്ളവരുടെ ദൃഷ്ടിയിലൊക്കെ അവർ പച്ചകെടാതെ ഇങ്ങനെ നിന്നിട്ടുണ്ടാകും. പക്ഷേ അവരുടെ യഥാർത്ഥ വേര് സഭയിലേക്ക് പോവുകയോ അകത്തേക്ക് പോവുകയോ പടർന്ന് പന്തലിക്കുകയോ ദൈവത്തിലേക്ക് അവർ വളരുകയോ ഒന്നും ചെയ്യാതെ അത് അങ്ങനെ നഷ്ടപ്പെട്ട് പോയതുകൊണ്ടാണ്. അത് ഒരു മനുഷ്യരുടെ ജീവിതത്തിലാണെങ്കിൽ അത് ചിലപ്പോൾ 4 കൊല്ലോ 40 കൊല്ലോ ഒക്കെ അങ്ങനെ വേണമെങ്കിൽ പച്ചകെടാതെ അങ്ങനെ നിൽക്കാം ആണ്. അപ്പോൾ അതുകൊണ്ട് സിസ്റ്റർ ദൈവത്തിൽ നമ്മുടെ വേര് എവിടെ പോയാലും അത് എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. ഞാനത് എന്ത് വന്നാലും ഫസ്റ്റ് ജീസസ് സെക്കൻഡ് ഓൺലി മൈ സ്റ്റഡീസ് ഞാൻ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഞാൻ തീരുമാനമെടുത്തു, ഇനി എന്നെ ഈ അവസ്ഥയല്ലാതെ വേറൊരവസ്ഥയിൽ നിന്ന് എന്നെ കിട്ടുക. അപ്പം ഞാൻ ഈശോയോടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം എനിക്ക് കർത്താവ് ഒരു കൃപയായിട്ട് തന്നെ എനിക്ക് ആ റൂമിൽ പഠിച്ച 5 കൊല്ലവും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പൊതിയുന്ന സാന്നിധ്യം എന്നിലുണ്ടായിരുന്നു. കാരണം അത് ഞാൻ എൻ്റെ പഠനത്തിലൊക്കെ ഞാനത് അനുഭവിക്കുന്നു. കാരണം ഞാൻ എത്ര പരീക്ഷയായാലും ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ മണിക്കൂറുകൾ ചിലപ്പം 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്നത് ഞാൻ പരിഹാരമായിട്ട് മറ്റുള്ളവർക്കും കൂടി വേണ്ടി ഞാൻ 2 മണിക്കൂർ വരെയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവാനുഭവത്തിൽ ഞാൻ ആഴപ്പെടാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നല്ല വിജയവും എപ്പോഴും കിട്ടാറുണ്ട്. ഞാൻ നാട്ടിൽ വന്നപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കുക എന്തൊക്കെ വിശേഷങ്ങളാണ് റൂമിലെന്ന് പറയുമ്പോൾ എനിക്ക് ബാക്കിയെല്ലാം വട്ടപൂജയാണ്, മിണ്ടാമ്പഴത്തിലെ കാര്യം മാത്രമേ ഞാൻ വലിയ കാര്യമായിട്ട് പറയും. അത് ഓരോന്നും ഞാൻ പിന്നീട് എൻ്റെ നോയ്സിനോടൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പങ്കുവയ്ക്കാറുണ്ട്. അപ്പോൾ അവർക്കും പിന്നീട് അങ്ങനെയുള്ളൊരു വിളി അവരിലേക്കും വന്ന് അങ്ങനെ പലരും പോയിട്ടുമുണ്ട്. പിന്നെ ഞാൻ ഹോളി ലാൻഡ് ഓൺ ദ വേ ഞാൻ ചെയ്തായിരുന്നു. അതും എൻ്റെ വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്ക് എന്നെ ഒത്തിരിയേറെ ഇന്നും എനിക്ക് വചനം വായിക്കുമ്പോൾ ആ സ്ഥലങ്ങളുമൊക്കെ എന്നെ ഒത്തിരിയേറെ ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഞാൻ സിസ്റ്റർ ജോൺസി മരിയെ ഒരുമിച്ച് റോമിൽ 79 മുതൽ 84 വരെ പഠിച്ചു. ഞങ്ങൾ അഞ്ചേലിക്കം യൂണിവേഴ്സിറ്റിയിൽ ലൈസൻഷ്യേറ്റ് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. പഠിച്ചു കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോകുന്നതും ഒരുമിച്ചാണ്. ഞങ്ങളുടെ 5 വർഷത്തെ താമസത്തിനിടയിൽ വളരെ സൗഹൃദ ബന്ധം പുലർത്താൻ സാധിച്ച ജോൺസ് മരിയയുടെ ജീവിതവുമായിട്ട് എനിക്ക് വളരെയേറെ അടുത്ത് ഇടപഴകാനായിട്ട് അവസരം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും പല കാര്യങ്ങളും പങ്കുവയ്ക്കുമായിരുന്നു. 83-ൽ എൻ്റെ ബ്രദറ് എൻ്റെ ഓർഡിനേഷനായിരുന്നു നാട്ടിൽ. അപ്പോൾ ആ ഓർഡിനേഷന് വരാൻ സാധിക്കാത്തതിൽ എനിക്ക് വളരെ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ സിസ്റ്റർ ജോൺസി എന്നെ ഇങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു, ആദ്യത്തെ ബലിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ആ വൈദികൻ ഒരു വൈദികനായിട്ട് വിശുദ്ധനായ ഒരു വൈദികനായി നിലനിൽക്കുകയാണെങ്കിൽ അടുത്ത ബലിയിൽ പങ്കുകൊള്ളാമല്ലോ എന്ന്.
അതെനിക്ക് വലിയ ഒരു ആശ്വാസം തന്നു. അങ്ങനെ എൻ്റെ ആങ്ങളയുടെ ഓർഡിനേഷന് വേണ്ടി ഞാൻ കൊടുത്ത ഏറ്റവും വലിയ ഒരു ഓഫറിംഗ് ആയിട്ട് ഞാനതിനെ എടുത്തു. ഇന്നും ഞാൻ എൻ്റെ സഹോദരൻ ഒരു നല്ല വൈദികനായിട്ട് നിലനിൽക്കുന്നതിൽ, ആ വൈദികൻ്റെ വിശുദ്ധിയിൽ നിലനിൽക്കുന്നതിൽ എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ജോൺസിയുടെ ആ സംസാരം പലപ്പോഴും എന്നെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഈ അടുത്ത കാലത്ത് 2 വർഷത്തിന് മുൻപ് ഞാൻ മലയാറ്റൂർ പോയി സിസ്റ്ററിനെ കാണാനായിട്ട് ഇടവന്നു. ക്യാൻസർ രോഗമെല്ലാം വന്നെങ്കിലും അതിനുശേഷവും വളരെയേറെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ വളരെയേറെ സമയം അവിടെ ചെലവഴിക്കാനായിട്ട് ഇടവന്നു. ആ മഠത്തിൽ ഞങ്ങളുടെ പഴയ കാലങ്ങളെല്ലാം ഓർക്കുകയും അങ്ങനെ ആ സൗഹൃദം പങ്കുവെച്ചുകൊണ്ട് ഈ ക്ലോയിസ്റ്റൈഡിൽ ഇത്രയും കഠിനമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്നതിനിടയിൽ ഇത്രയും സന്തോഷത്തോടു കൂടി സംതൃപ്തിയോടും കൂടി സിസ്റ്റർ അവിടെ ആയിരിക്കുന്നത് കാണാനായിട്ട് നേരിട്ട് അനുഭവിക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്.